പ്രിയമുള്ളവരെ, ഓച്ചിറ പരബ്രഹ്മസന്നിധിയിൽ മാംഗല്യം 2024 ഓച്ചിറ പരബ്രഹ്മസന്നിധിയിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേകമായ വേദിയിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി വളരെ ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, ഭക്തി ആദരവോടെ ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി ഇത്തവണ 37 വധൂവരന്മാർക്കാണ് മംഗല്യ സൗഭാഗ്യം ഒരുക്കിയിട്ടുള്ളത്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഏറെ ബഹുമാന്യനായ തെലങ്കാനയുടെ ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമർക്ക് ഈ മംഗളകരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഈ കർമ്മത്തിലേക്ക് വധൂവരന്മാർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവർ ക്ഷണിക്കപ്പെട്ടവർ, ക്ഷേത്ര ഭരണസമിതിയുടെ പ്രത്യേകം ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ളവർ, ഈ മംഗളകരമായ മുഹൂർത്തം സാക്ഷികളാകുവാൻ എത്തിയിട്ടുള്ളവർ ഏവരെയും ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി ഒരുക്കിയിട്ടുള്ള ഈ പ്രത്യേക വേദിയിലേക്ക് വിനയപൂർവം ക്ഷണിക്കുകയാണ്. ഈ മുഹൂർത്തം ക്രമീകരിച്ചിട്ടുള്ളത് വധൂവരന്മാർക്ക് 1 മുതൽ 37 പേർക്ക് ഇരിക്കുവാനുള്ള ഇരിപ്പിടവും, അതോടൊപ്പം തന്നെ വിവാഹം മുഹൂർത്തത്തിന് തൊട്ടു മുമ്പായി പരബ്രഹ്മസന്നിധിയിൽ മാംഗല്യം, അതിനോടനുബന്ധിച്ചുള്ള യോഗ നടപടികളും ആരംഭിക്കുന്നതാണ്. ഈ സമ്മേളന നഗരിയുടെ ഇടതുവശത്തായി വിശിഷ്ടാതിഥികൾക്കും വലതുവശത്തായി വധൂവരന്മാരുടെ രക്ഷകർത്താക്കൾക്കുമായി പ്രത്യേകമായ വേദിയിൽ അവർക്ക് ഉള്ള ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. വേദിയിലേക്ക് വധൂവരന്മാരെ ക്ഷണിക്കുക. വധൂവരന്മാർക്ക് നൽകിയിട്ടുള്ള പ്രത്യേകമായ ഇരിപ്പിടം, ആ ഇരിപ്പിടത്തിൽ വധൂവരന്മാർ അവർക്ക് നൽകിയിട്ടുള്ള നമ്പർ അടിസ്ഥാനത്തിൽ ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ ഭരണസമിതി ചുമതലയേറ്റ നടത്തപ്പെടുന്ന വൈദികങ്ങളായിട്ടുള്ള കർമ്മ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഉപമുഖ്യമന്ത്രി ശ്രീ മല്ലു ഭട്ടി ഈ ക്ഷണത്തിൽ അധ്യക്ഷപദം അനുവദിക്കുന്നത് ക്ഷേത്ര ഭരണസമിതി ശ്രീ ജി സത്യം. ഈ ചടങ്ങിൽ സ്വാഗതം രേഖപ്പെടുന്നത് അഡ്വക്കേറ്റ് കെ ഗോപനാണ്. ക്ഷേത്ര ഭരണസമിതിയുടെ ബാലഗോപാൽ താലി കൈമാറ്റ ചടങ്ങ് നടത്തുന്നു. ഒപ്പം ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർക്കാണ് പാരിതോഷികം നൽകുന്നത്. വർണ്ണമൂല്യ കൈമാറ്റം ആലപ്പുഴയുടെ പ്രിയങ്കരനായിട്ടുള്ള പാർലമെന്റ് ശ്രീ കെ സി വേണുഗോപാൽ നിർവഹിക്കുമ്പോൾ മുഖ്യ പ്രഭാഷകനായിരുന്നത് ശ്രീ രമേശ് ചെന്നിത്തല MLA. ഒപ്പം മലയാളത്തിലെ പ്രിയ കവിയും ഗാനരചയിതാവും
സംഗീത സംവിധായകൻ മാംഗല്യം 2024 ഓച്ചിറ ക്ഷേത്ര സമിതിയിൽ നടത്തപ്പെടുന്നു. അതോടൊപ്പം ഇന്ന് നടത്തപ്പെടുന്ന മാംഗല്യം 2024 കാഴ്ചകൾ നേരിട്ട് അനുഭവിക്കാൻ കണ്ട് ആസ്വദിക്കുന്നതിനായി ഓച്ചിറ കേബിൾ വിഷൻ അഥവാ OCV, കേരള വിഷൻ, സിഡി നെറ്റ് തുടങ്ങിയിട്ടുള്ള ചാനലുകൾ ലഭ്യമാണ് നേർക്കാഴ്ച. അതോടൊപ്പം തന്നെ OCVയുടെ ഓച്ചിറ കേബിൾ വിഷന്റെ യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് ഈ വിവാഹ കാഴ്ചകൾ കാണാവുന്നതാണ്. മാംഗല്യം 2024 പഞ്ചായത്തിലെ പ്രസിഡന്റ് വി ശ്രീദേവി, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ, ദേവകുല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ, ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ്, ഗ്രാമപഞ്ചായത്ത് അംഗം അജ്മൽ എന്നിവർ സംബന്ധിക്കുന്ന ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നത് പ്രിയങ്കരനായ പ്രകാശൻ വലിയ വീട്ടിലവർക്കാണ്. ഏവരെയും ഏറെ സ്നേഹത്തോടെ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓച്ചിറ കേബിൾ വിഷൻ അഥവാ OCVയിലൂടെ, CD നെറ്റിലൂടെ, കേരള വിഷനിലൂടെ ഈ മനോഹരമായിട്ടുള്ള ഈ പ്രവർത്തനമായ ചടങ്ങ് ആസ്വദിക്കാൻ സാധിക്കും. ഒപ്പം OCVയുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ പരിപാടി തത്സമയം കാണുവാൻ സാധിക്കുന്നതാണ്. ഈ വേദിയിൽ ഗാനങ്ങൾ ആരംഭിക്കുന്നു. രജി സദാനന്ദനും സ്വാമി. ചെറുക്കൻ്റെ ഉള്ള അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകളും അതോടൊപ്പം തന്നെ മാംഗല്യം 2024 ഈ വേദിയിൽ നടത്തപ്പെടുന്നു. ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിലേക്ക്. ഏറെ ആദരണീയനായിട്ടുള്ള മാംഗല്യം 2024 ഈ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദ്ഘാടന സമ്മേളനവും വിവാഹ ചടങ്ങുകളും ഈ വേദിയിൽ സമയത്തിനകം നടത്തപ്പെടുന്നു. ഈ വേദിയിലേക്ക് അനുസരിച്ചിലേക്ക് എത്തിച്ചേരുന്നവരെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനായിട്ടുള്ള തെലങ്കാനയുടെ ഉപമുഖ്യമന്ത്രി ശ്രീ മല്ലോട്ടി വിക്രമാദിത്യയാണ്. ഒപ്പം കേരളത്തിലെ ഭീകരമായിട്ടുള്ള ജനപ്രതിനിധികൾ ഈ വേദിയിൽ എവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിലേക്ക് അല്പസമയത്തിലേക്ക് ഉദ്ഘാടന ചടങ്ങുകൾ സമാരംഭിക്കുന്നു. ഈ ചടങ്ങിലേക്ക് ഇവർക്കും ഏവർക്കും സുസ്വാഗതം.
നമ്പർ 2 വധു കാവ്യ കുഞ്ഞുമോൻ മുള്ളുപറമ്പ് ഒറ്റപ്പുന്ന തോട്ടപ്പള്ളി. വരൻ ശിവകുമാർ വാടയിൽ തോട്ടപ്പള്ളി. നമ്പർ 3 പ്രിയ ആലിശ്ശേരി പുലികടം പുന്നപ്ര. വരൻ സജിത്ത് അയ്യപ്പറമ്പ് പുന്നപ്ര. നമ്പർ 4 ശ്രുതിമോൾ എസ് പുതുവൽ കോമന അമ്പലപ്പുഴ. വരൻ അഖിൽ ഗണേശൻ തൊണ്ടുകുളം പുന്നപ്ര. 5 വധു ഗൗരി കണ്ടശ്ശേരി വട്ടച്ചാൽ ആറാട്ടുപുഴ. വരൻ രാഹുൽ നാലുകൊളിക്കൽ പുതിയാങ്കര തൃക്കുന്നപ്പുഴ. നമ്പർ 6 വധു സൂര്യ പോണയിൽ കള്ളിക്കാട് ആറാട്ടുപുഴ. വരൻ വിനു പുത്തൻപുരയിൽ കള്ളിക്കാട് ആറാട്ടുപുഴ. നമ്പർ 7 വധു പാർവതി കൊടുവക്കാട്ടിൽ രാമഞ്ചേരി ആറാട്ടുപുഴ. വരൻ അഖിൽ ദേവ് തെക്കേടത്ത് തറൈക്കടവ് വഴിയിടിക്കൽ. നമ്പർ 8 അലീന ആനന്ദ് പുത്തൻ വീട്ടിൽ കള്ളിക്കാട് ആറാട്ടുപുഴ. വരൻ ശ്രീനാഥ് മുള്ളശ്ശേരി പടിക്കതിൽ ചെറുതല ഹരിപ്പാട്. നമ്പർ 9 വധു കൃഷ്ണേന്ദു പുത്തൻ വീട്ടിൽ കള്ളിക്കാട് ആറാട്ടുപുഴ. വരൻ രാഹുൽ 6 പുത്തൻ പൂർത്തിയിൽ രാമഞ്ചേരി ആറാട്ടുപുഴ. ശ്രദ്ധിക്കുക. അടുത്ത നമ്പർ 10 വധു ഗൗരി വീനാൽ കൊമ്പുതറയിൽ കള്ളിക്കാട് ആറാട്ടുപുഴ. വരൻ അഖിൽ വി തകടിയിൽ നല്ലാണിക്കൽ ആറാട്ടുപുഴ. നമ്പർ 11 വധു വർഷ പ്രദീപൻ വടക്കേ പറമ്പിൽ വട്ടച്ചാൽ. വരൻ അരുൺ ദത്ത് ചെല്ലിശ്ശേരി വലിയഴീക്കൽ. നമ്പർ 12 അപർണ കെ പൂത്തോപ്പ് പതിയാങ്കര പടന്നക്കടവ് തൃക്കുന്നപ്പുഴ. വരൻ വിഷ്ണു എൽ തൈവെപ്പിൽ പള്ളിപ്പാട്ടുമുറി തൃക്കുന്നപ്പുഴ. നമ്പർ 13 നന്ദമോൾ യുവ ഉത്തമഭവനം പെരുമ്പള്ളി. വരൻ ജോബിൻ ജോണി തോട്ടുംകര വീട് കട്ടമല. നമ്പർ 14 ഗാഥ എസ് ചെന്തിശ്ശേരി വലിയഴീക്കൽ. വരൻ രഞ്ജീഷ് പടനയിൽ തൃക്കുന്നപ്പുഴ PO. നമ്പർ 15 അനഘ ലിബു മുല്ലശ്ശേരി വലിയഴീക്കൽ. വരൻ അനന്തകൃഷ്ണൻ ചെമ്പകശ്ശേരി അഴീക്കൽ. നമ്പർ 16 സിന്ധു കൊല്ലംകൽ വടക്കതിൽ ചേപ്പാട് ആലപ്പുഴ. വരൻ അനിയൻ കുഞ്ഞ് കൈപ്പള്ളൽ ഇരിപ്പക്കുളം. നമ്പർ 17 ശ്രീലക്ഷ്മി ഐരിക്കാട്ട് മഠം കടുവനാൽ വള്ളികുളം. വരൻ ആദിത്യ രാജ് നന്ദനം കണ്ടല്ലൂർ നോർത്ത് പട്ടോളി മാർക്കറ്റ്. നമ്പർ 18 സനു PS പുളിയത്തറയിൽ കിഴക്കും ഭാഗം നിരണം തേവേരി തിരുവല്ല. വരൻ മോൻകുട്ടൻ വേലുക്കുട്ടയിൽ അമ്മിച്ചക്കരയിൽ ചമ്പക്കുളം. നമ്പർ 19 അങ്കാള ഈശ്വരി മൂർത്തിട്ട വിളയത്ത് കുരുട്ടിശ്ശേരി പാവങ്കർ PO മാങ്ങ. വരൻ രാജീവ് രാജു കറുകയിൽ വടക്കതിൽ എരമത്തൂർ PO കുരുട്ടിശ്ശേരി മാങ്ങ. നമ്പർ 20 ശ്രദ്ധിക്കുക. നമ്പർ 20 ചിന്നു എസ് ഉഷാഭവനം പയ്യനല്ലൂർ PO പയ്യനല്ലൂർ. വരൻ ശ്രീജിത്ത് T ശ്രീജിത്ത് ഭവനം എരുമക്കുഴി നൂർനാട്. നമ്പർ 21 ആരാധന ബ്ലോക്ക് നമ്പർ 34 അംബേദ്കർ കോളനി കൈതപ്പച്ച ഭരതനൂർ PO കല്ലറ. വരൻ ജിതിൻ ജെ ഇടയിലെ വീട് വലിയഴീക്കൽ. 22 വധു രേവതി വൈശാഖ ഭവൻ വെള്ളുപ്പാറ ചടയമംഗലം. വരൻ മണികണ്ഠൻ സിന്ധു ഭവനം മനകര ശാസ്താംകോട്ട. ശ്രദ്ധിക്കുക. നമ്പർ 23 വധു ജ്യോതിലക്ഷ്മി കല്ലുംപുറത്ത് പുത്തൻ വീട്. വരൻ രാഘുൽ രാജ് രാജേഷ് ഭവനം കണ്ണനാകുഴി PO താമരക്കുളം. നമ്പർ 24 അനു AS അമൻ വിലാസം. വരൻ അജിത്ത് കുന്നൻ ചാരുവിട വീട്. നമ്പർ 25 വിദ്യ M ചാരുവിള. വരൻ മിഥുൻ ഭവനം കൊല്ലം. നമ്പർ
26 അശ്വതി എസ് കിടറമുള്ള വീട്, വരൻ ദിനേശ് ബാലൻ അഭിലാഷ് ഭവനം. നമ്പർ 27 സൂര്യ കോതവടക്കിൽ മീനത്തേരി, വരൻ മനു ചെമ്പകശ്ശേരി. 28 വധു ശാന്തി, വരൻ രഞ്ജിത്ത് ആർ. 29 വധു ദിവ്യ ബി, വരൻ അജിത് എസ്. 30 വധു നയന, വരൻ സുധീഷ് പി. 31 വധു കസ്തൂരി പി ആർ, വരൻ മനു എം. 32 വധു പാർവതി എസ്, വരൻ രാഹുൽ ബാലൻ. 33 ദേവിക എസ് വധു, വരൻ ഉണ്ണി ഉത്തമൻ. 34 വധു മന്യ, വരൻ ബൈജു. 35 വധു ഷൈമ, വരൻ അക്ഷയ്. 36 വധു ജ്യോതി എസ്, വരൻ അനിൽ എൻ. 37 വധു ഗൗരികൃഷ്ണ, വരൻ ബിച്ചു. ഈ പേരുകൾ വധൂവരന്മാരുടെ ക്രമനമ്പറുകളാണ് വായിച്ചിട്ടുള്ളത്. വധൂവരന്മാരും രക്ഷകർത്താക്കളും അത് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് മുമ്പോട്ട് അടുത്ത ചടങ്ങുകൾ പങ്കുചേരാൻ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. ഒന്നാമത്തെ നമ്പറിൽ വധു വിസ്മയ ബിനു, വരൻ ശ്രുതിൻ രാജ്. രണ്ടാം നമ്പറിൽ വധു കാവ്യ കുഞ്ഞുമോൻ, വരൻ ശിവകുമാർ. മൂന്നാം നമ്പറിൽ 7 വധു പാർവതി, വരൻ അഖിൽ ദേവ്. ക്രമ നമ്പർ 8 അലീന ആനന്ദ്, വധു ശ്രീരാജ്. 9 വധു കൃഷ്ണേന്ദു, വരൻ രാഹുൽ. ക്രമ നമ്പർ 10 ജിതിൻ ജെ. ക്രമ നമ്പർ 22 രേവതി മണികണ്ഠൻ. ക്രമ നമ്പർ 23 ജ്യോതിലക്ഷ്മി രാഹുൽ രാജ ദിനേശ് ബാലൻ. ക്രമ നമ്പർ 27 സൂര്യ കോതവടക്കതിൽ മനു ചെമ്പകശ്ശേരി. 28 ശാന്തി കോതവടക്കതിൽ രഞ്ജിത്ത് ആർ. 29 ദിവ്യ ബി, ശ്രീ അജിത് എസ്. 30 നയന, ശ്രീ സുധീഷ്. 31 കസ്തൂരി പി ആർ, മനു എം. 32 പാർവതി എസ്, രാഹുൽ ബാലൻ. 33 ദേവിക എസ്, ഉണ്ണി ഉത്തമൻ. 34 മന്യ ബൈജു ബി. 35 ഷൈമ അക്ഷയ്. 36 ജ്യോതി എസ് അനിൽ. 37 ഗൗരി കൃഷ്ണ ബിച്ചു. കല്യാണ സമയം ഈ 1ഉം 2ഉം തട്ടിൽ വധൂവരന്മാർക്കുള്ള വിവാഹ മണ്ഡപമാണ്. ആ വിവാഹ മണ്ഡപത്തിൽ നിന്ന് ബാക്കിയുള്ള മുഴുവൻ ആളുകളും അവിടെ നിന്ന് മാറി നിൽക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. രക്ഷകർത്താക്കളും ക്ഷണിക്കുമ്പോൾ മാത്രമേ ഈ വേദിയിലേക്ക് കയറാൻ പാടുള്ളൂ. യോഗ നടപടികൾക്ക് ശേഷം വധൂവരന്മാരുടെ രക്ഷകർത്താക്കളെ ക്ഷണിക്കും. ആ ക്ഷണിക്കുന്ന സമയത്ത് അവർക്കും വിവാഹ മണ്ഡപത്തിലേക്ക് കയറാവുന്നതാണ്.
4-ാം നമ്പറിൽ ശ്രുതിമോൾ എസ് അമ്പലപ്പുഴ, അഖിൽ ഗണേശൻ കുഞ്ഞപ്ര. അവർ 4-ാം നമ്പറിലേക്ക് ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ വേദിയുടെ പാസേജിൽ നമ്മുടെ വിശിഷ്ടാതിഥികൾ ഓരോന്നായി എത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് കടന്നു വരുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കണം. പാസേജിൽ നിൽക്കുന്നവർ സൈഡിൽ ഇട്ടിട്ടുള്ള കസേരയിലേക്ക് കയറിയിരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥികൾ തെലങ്കാനയുടെ ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമാർക. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ പരബ്രഹ്മ സന്നിധിയിലേക്ക്, ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തിന് കടന്നു വരുന്നതിന് വേണ്ടി ഈ വേദിയുടെ കവാടത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ അവിടെ നിന്ന് മാറി കസേരയിലേക്ക് ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ മനോഹരമായ ചടങ്ങ്, മംഗളകരമായ ചടങ്ങ് വിജയകരമാക്കുന്നതിന് ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികളും വധൂവരന്മാർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലങ്ങളിലും അവരിരുന്ന് ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ വിവാഹ നടത്തിപ്പിന് വേണ്ടി ക്ഷേത്ര ഭരണസമിതി ചുമതലപ്പെടുത്തിയിട്ടുള്ളവരും രക്ഷകർത്താക്കളും വിവാഹ മുഹൂർത്ത സമയത്ത് ഈ മണ്ഡപത്തിലേക്ക് കടന്നു വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വേദി നടത്തപ്പെടുന്നു. ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിലേക്ക്. ഈ ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ക്ഷേത്ര സഭയുടെ പ്രിയങ്കരായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ ജി സത്യൻ അവർകളാണ്. അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ അവർക്ക് പ്രിയങ്കരായിട്ടുള്ള സെക്രട്ടറിയാണ് സ്വാഗതം ചെയ്യപ്പെടുന്നത്. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം ബഹുമാനായ തെലങ്കാന ഉപമുഖ്യമന്ത്രി ശ്രീ മല്ലു ഭട്ടി വിക്രമാർക അവർ നിർവഹിക്കുമ്പോൾ ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം അജ്മൻ എന്നിവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി സംസാരിക്കുന്നത് ബഹുമാനായ ട്രഷറർ ശ്രീ പ്രകാശൻ വലിയ അല്പ സമയത്തിനകം പൊതു സമ്മേളനവും തുടർന്ന് വിവാഹ ചടങ്ങുകളും ഈ വേദിയിൽ നടത്തപ്പെടുന്നു. ഈ ചടങ്ങിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് തെലങ്കാനയുടെ പ്രിയങ്കരനായിട്ടുള്ള ഉപമുഖ്യമന്ത്രി ശ്രീ മല്ലു ഭട്ടി വിക്രമാർക അവർകളാണ്. ഒപ്പം കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, കലാരംഗത്തെ നിരവധി പ്രമുഖർ പങ്കുചേരുന്ന ഈ ചടങ്ങിൽ ഭാഗമാക്കാവുന്നതിനായി നല്ലവരായ ഇവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലേക്ക് മാംഗല്യം 2021 ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമുക്കറിയാം കഴിഞ്ഞ 4 വർഷങ്ങളായി നിരവധി മാംഗല്യ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള നിരവധി കർമ്മപ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. ഇന്ന് ഈ ചടങ്ങിലേക്ക് പങ്കുചേരുവാനെത്തിച്ചെന്നിട്ടുള്ള വധൂവരന്മാർ, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഇവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രാങ്കണത്തിലെ ഈ
ഹാളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകൾ തുടർന്ന് വിവാഹ ചടങ്ങുകൾ ഈ വേദിയിൽ നടത്തപ്പെടുന്നു. ഏവരെയും ഏറെ സന്തോഷത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആദരണീയനായ ബഹുമാനായ തെലങ്കാനയുടെ ഉപമുഖ്യമന്ത്രി ശ്രീ മല്ലോഭ് വിക്രമാർക്കയാണ്. ഒപ്പം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക കലാരംഗത്തെ നിരവധി പ്രമുഖരും പങ്കുചേരുന്നു. ഈ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. സമയത്തിനകം പൊതുസമ്മേളനവും തുടർന്ന് വിവാഹ ചടങ്ങുകളും നടത്തപ്പെടുന്നതാണ്. നമ്മുടെ വിശിഷ്ടാതിഥികളൊപ്പം തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. സമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകൾ സമാപിക്കുന്നു. ഏവർക്കും സുസ്വാഗതം ഈ വേദിയിലേക്ക്. ഊച്ചറ ക്ഷേത്ര ഭരണസമിതി ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് മാവേലിയ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സാഹോദര്യത്തോടെയും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങുകൾക്ക് ഏറെ പവിത്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സമ്മാനിക്കുന്നത്. ഇക്കുറി 37 മന്ത്രിമാരാണ് ഇവരായി ഏവരെയും സ്നേഹത്തോടെ നിറഞ്ഞ ഹൃദയശുഭ്രതയോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. മാംഗല്യം 2024 ഉദ്ഘാടന ചടങ്ങുകളും വിവാഹ ചടങ്ങുകളും അല്പസമയത്തിനകം ഊച്ചറ പരബ്രഹ്മ ക്ഷേത്ര നഗരിയിലെ സജ്ജീകരിച്ച ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നതാണ്. ഈ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ എത്തിച്ചേർന്ന ഭക്തവരന്മാർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ ഏവരെയും ക്ഷേത്ര ഭരണസമിതിയുടെ പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടന ചടങ്ങുകൾ സമയത്തിനകം ഈ വേദിയിൽ സമാരംഭിക്കുന്നു. ഏറെ ആദരണീയനായിട്ടുള്ള തെലങ്കാനയുടെ ഉപമുഖ്യമന്ത്രി ശ്രീ മല്ലോഭ് വിക്രമാർക്കയാണ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത്. ഒപ്പം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളുടെ പ്രമുഖരുടെ സാന്നിധ്യം ഈ വേദിയെ ഏറെ സമ്പന്നമാക്കുമ്പോഴാണ് സാന്നിധ്യം കൊണ്ട് ഈ വേദിയിൽ എത്തിച്ചേർന്ന ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സന്തോഷപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഊച്ചറ ക്ഷേത്ര ഭരണ സമിതി ഉൾപ്പെടുന്ന ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ജനകീയമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രഖ്യാതപൂർവ്വം നിർവഹിക്കുന്ന ഈ മംഗളകർമ്മത്തിൽ 37 വധുവരന്മാരാണ് ഇക്കുറി മംഗല്യ സൗഭാഗ്യം നേടുന്നത്. ഈ ചടങ്ങിൽ എത്തിച്ചേർന്നവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകൾ സമാരംഭിക്കുന്നു. തുടർന്ന് വിവാഹ ചടങ്ങ്. ഉദ്ഘാടന ചടങ്ങുകൾ അല്പസമയത്തിനകം സമാരംഭിക്കും. തുടർന്ന് വിവാഹ ചടങ്ങുകളും ഈ വേദിയിൽ നടത്തപ്പെടുന്നു. ഇവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മളേവരും പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. മലയാളികളുടെ അഭിമാനം, ഏറെ ബഹുമാന്യനായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഈ മണ്ഡപത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വീകരിക്കുകയാണ്. മലയാളികളെ ഏറെ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും അതോടൊപ്പം ഊച്ചറ ക്ഷേത്ര ഭരണസമിതി ഇന്നേറെ അഭിമാനത്തോടു കൂടിയാണ് പരബ്രഹ്മ സന്നിധിയിൽ മാംഗല്യം 2000 ചികിത്സാനുകൂല്യങ്ങളും ഊച്ചറ ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പരബ്രഹ്മ ഹോസ്പിറ്റലിൽ നൽകി വരുന്നു. ഊച്ചറ
പരബ്രഹ്മ ക്ഷേത്രം 100 അഗതികളെയാണ് ഓച്ചിറ സംഗതിയിൽ യാതൊരു കുറവും കൂടാതെ പാർപ്പിച്ചിട്ടുള്ളത്. അവർക്കുള്ള ഭക്ഷണവും അവരുടെ ചികിത്സയും വസ്ത്രങ്ങളും യാതൊരു കുറവും വരാതെയാണ് ക്ഷേത്ര ഭരണസമിതി നോക്കിക്കാണുന്നത്. പരബ്രഹ്മത്തിന്റെ വാഹനങ്ങൾക്ക് മനോഹരമായി അവർക്കൊരു നന്ദി കേശാലയവും ഭക്തജനങ്ങൾക്ക് ഭക്തി ആദരവോടെ ആദരിക്കാൻ കേരളത്തിൽ ആദ്യമായി 27 നക്ഷത്ര മരങ്ങൾ ഒരുക്കി ഭക്തജനങ്ങൾക്ക് നല്ലൊരു വരവേൽപ്പാണ് ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി ഈ പടനിലത്ത് ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ മംഗളകരമായ മുഹൂർത്തത്തിലേക്ക് ചടങ്ങിലേക്ക് നമ്മുടെ വിശിഷ്ടാതിഥികളൊക്കെ തന്നെ കടന്നു വരുന്നു. കേരളത്തിന്റെ പ്രിയപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയോടൊപ്പം മലയാളികളുടെ അഭിമാനം, കേരളീയരുടെ അഭിമാനം ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നമ്മുടെ ഈ മംഗളകരമായ മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ, പങ്കാളിയാകാൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയോടൊപ്പം കേരളത്തിന്റെ അഭിമാനം, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഈ മംഗളകരമായ മുഹൂർത്തത്തിൽ സാക്ഷിയാകാൻ, പങ്കാളിയാകാൻ, സാന്നിധ്യം കൊണ്ട് ധന്യമാക്കാൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. മാംഗല്യം 2024 പങ്കുചേരുന്നതിനായി നമ്മുടെ വിശിഷ്ടാതിഥികളൊക്കെ തന്നെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഹരിപ്പാടിന്റെ ജനനായകൻ ശ്രീ രമേശ് ചെന്നിത്തല. എല്ലാവരും സൈഡിലേക്ക് മാറണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ വധൂവരന്മാർ ഇരിക്കുന്ന 2 മണ്ഡപങ്ങളിലും അതിന്റെ മുൻവശത്ത് നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവർ അവിടെ നിന്ന് മാറണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ചടങ്ങ് ആരംഭിക്കുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥികളൊക്കെ തന്നെ ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ക്ഷേത്ര ഭരണസമിതി അഭിമാനബോധത്തോടുകൂടി ഈ ക്ഷേത്ര ഭരണസമിതി അതിന്റെ ചൈത്രയാത്ര തുടരുക. അതിമനോഹരമായ നക്ഷത്രങ്ങൾ